ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എരിവേലിൽ പോയി അവൻ്റെ പേരിൽ ഒരു എണ്ണയും തിരിയും കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേൽപ്പിച്ചു. അച്ചച്ചനാണ് അവനെ ആദ്യം വിഷ് ചെയ്തത്. അവൻ ആദ്യം ഗിഫ്റ്റും കൊടുത്തത്. അച്ചച്ചൻ്റെ ഗിഫ്റ്റായിട്ടുള്ള ഷർട്ടും മുണ്ട് ഇടിക്കലിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുണ്ടെടുക്കണം. അപ്പോൾ ഉപ്പിപ്പ് ഇട്ട് നോക്കട്ടെ, ചേച്ചൻ നോക്കട്ടെ, കുഞ്ഞിട്ട് ഉടുപ്പ് കണക്കാണ് നോക്കട്ടെ. കൈയിട്ടെ, കൈയിട്. അച്ചച്ച ഗിഫ്റ്റ് സൂപ്പറേ. നമുക്ക് അച്ഛമ്മ കാച്ചനം ഉപ്പിപ്പ് ഇട്ടിട്ട് ഇതായിരുന്നു അളവ് കറക്റ്റ്. ഇന്ന് പുട്ടും പഴവും രാവിലെ ഉണ്ടാക്കിയിരുന്നേ. അപ്പോൾ കഴിക്കാൻ ഇരുന്നപ്പോഴേ അവൻ പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചോളാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടും പഴം കൂടെ ഒന്ന് ഞെരടി എടുത്ത് കൊടുത്തേക്കാണേ. തന്നെ കഴിക്കുമെന്ന് പറഞ്ഞ് ടി വി നോക്കിയിരിക്കും, പിന്നെ ഇച്ചിരി കഴിക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദിക്കുട്ടൻ്റെ അച്ചമ്മയുടെ അമ്മയാണേ, ആദിക്കുട്ടൻ്റെ സ്വന്തം ചീച്ചി. അവൻ അങ്ങനെയാണ് പണ്ട് തൊട്ട് വിളിക്കുന്നത് കേട്ടോ. പോക്കറ്റ് വെച്ചോ, താങ്ക് യു പറ, താങ്ക് യു പറടാ. അങ്ങനെ ഞങ്ങൾ എരിവേലിലെത്തി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ലേ. കാരണം ഇന്ന് 1-ാം തീയതിയാണ്, ചിങ്ങം 1 അതുകൊണ്ട് എരിവേലിൽ യോഗം ഉണ്ടായിരുന്നു. കൂടാതെ നല്ല രീതിക്ക് മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തും കയറി നേർച്ച ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആദിക്കുട്ടൻ്റെ ഇന്നത്തെ ഈ ദിവസം ഇവിടുന്ന് ആരംഭിക്കുക എന്നത്. ഞാൻ വിചാരിച്ച രീതിയിലൊന്നും നടന്നില്ല. പോട്ടെ, എന്തായാലും അടുത്ത ആഴ്ച ഞങ്ങൾ ഒന്നുകൂടെ വന്ന് കുഞ്ഞിൻ്റെ പേരിൽ എണ്ണ കൊടുക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നേരെ വിട്ട് തിരുവല്ലയ്ക്കാണ്. എന്താണ് മേടിക്കേണ്ടതെന്ന് ചേട്ടായിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി. അവസാനം ഞങ്ങൾ എത്തി നിന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ വാവ് ഷോപ്പ്. കുഞ്ഞിനിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറ. താങ്ക് യു പറമത്തെ. അതിന്റെ മേളിലിരിക്കുന്നത് എന്താ? അതൊന്നും അറിയത്തില്ല. അതെന്താ കാണാനാ? അത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാട്ടാ. അങ്ങനെ അവനുള്ള ഗിഫ്റ്റ് എല്ലാം മേടിച്ച് നേരെ ഞങ്ങൾ കഴിക്കാൻ കയറിയേ. ഉച്ച കഴിഞ്ഞു, നല്ല വിശപ്പായിരുന്നു. ഇന്നത്തെ ഈ ദിവസം വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ മെയിൻ ഫാക്റ്റ് ഞങ്ങളുടെ അമ്മയാണ്. അതായത് ആദിക്കുട്ടൻ്റെ അച്ചമ്മ. അമ്മയ്ക്ക് ചെറിയ രീതിയിലൊരു ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ഫങ്ഷൻസിനൊന്നും അമ്മയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ലായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾക്കിത് പതിവാണ്. അമ്മയുടെ വരവും പോക്കൊക്കെ നമുക്കൊരു നിത്യകാഴ്ചയായിരുന്നു. പക്ഷേ എന്തോ ഇപ്രാവശ്യം അമ്മ വന്നപ്പോൾ, അമ്മയെ പെട്ടെന്ന് കണ്ടപ്പോൾ, സർപ്രൈസ് ഒരു വിസിറ്റ് തന്നപ്പോൾ അറിയാതെ ഞാനും കുറച്ച് ഇമോഷണലായിപ്പോയി. എന്തോ പെട്ടെന്ന് എനിക്ക് വളരെ ഒരു സന്തോഷം ഫീൽ ചെയ്തായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ആദിക്കുട്ടാ. അച്ഛമ്മ വന്നടി. അച്ഛമ്മ വരുമെന്ന് കുഞ്ഞോർത്തോ? കുഞ്ഞിനെ കാണാൻ വരുമെന്ന് ഓർത്തോ? ബാക്കി മൊത്തം മോനെ. യമ്മി. മാനവകൂട്ടം വരുമ്പം പറയണം അച്ഛമ്മ വന്ന്
വന്നിട്ട് പോയി എന്ന് പറയണേ. കുറച്ച് നേരം അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അമ്മ പയ്യെ ഇറങ്ങുവാണേ. കാരണം അമ്മയ്ക്ക് ഇന്ന് തന്നെ പോകണമായിരുന്നു, ലീവ് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമായിട്ട് വന്നതായിരുന്നു. അമ്മ വരുന്നതും പോകുന്നതും ഒരു നിത്യക്കാഴ്ചയായി മാറിയിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നി. രാത്രിയിലേക്കാണ് നമ്മൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്നത് നമ്മൾ തന്നെയായിരുന്നു. എന്നാ ഉണ്ടാക്കുക പൊന്നുവേ? എന്നാ ഉണ്ടാക്കുക? ബിരിയാണി, ഉപ്പ്, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇപ്പടില്ലേ ഇപ്പടില്ലേ വേണ്ട മതി. കളയാതെ കൊണ്ടിട്ട്. ഇന്നത്തെ ദിവസം കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിലും ആദ്യക്കുട്ടന് ഇഷ്ടപ്പെട്ടത് അവൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നേ. താങ്ക് യു പറ. അങ്ങനെ എല്ലാവരും വന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് നമ്മളിനി മുറിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. എല്ലാവരും പയ്യെ പയ്യെ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങിയേ. നമ്മുടെ ആദ്യക്കുട്ടന് ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടി നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നല്ലൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ടാറ്റ.